السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. صدق الله العظيم. وقال النبي صلى الله عليه وسلم: تعاهدوا القرآن فإنه لهو أشد تفصيا من الإبل في عقلها، أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഉലമാക്കളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും ഈ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി കബൂലാക്കുമാറാകട്ടെ. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വലിയ സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭമാണ്. സന്തോഷം എല്ലാവരും പ്രകടിപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെ അടിസ്ഥാന കാരണം പരിശുദ്ധമായ ഖുർആൻ ഷരീഫാണ്. ഖുർആൻ ഷരീഫിൻ്റെ പേരിലുള്ള സന്തോഷം. നമ്മളുടെ കൂട്ടത്തിലുള്ള ചില നമ്മളുടെ സഹോദരങ്ങളുടെ മക്കൾ, പിഞ്ചുമക്കൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് മുഴുവനും മനഃപ്പാഠമാക്കി എന്ന് എല്ലാവരുടെ മുമ്പിലും ബോധ്യപ്പെടുത്തുന്ന ദിവസം, അതിൻ്റെ സന്തോഷം. ഇവിടെ കൂടിയ എല്ലാ ആളുകൾക്കും ഈ സന്തോഷമുണ്ട്. എന്നാൽ എനിക്കും ഈ കൂട്ടത്തിലിരിക്കുന്ന ഉസ്താദന്മാർ പലർക്കും രണ്ട് സന്തോഷമാണ്. സാധാരണ നിലയിൽ നമ്മളൊക്കെ നമ്മളുടെ മക്കളുടെ വിവാഹം നടത്താറുണ്ട്. ആൺമക്കളുടെയും പെൺമക്കളുടെയും എല്ലാം വിവാഹം നടത്താറുണ്ട്. വളരെ ആലോചിച്ച്, കാത്തിരുന്ന്, അധ്വാനിച്ച്, ഒരുപാട് തേടി പിടിച്ച് നമുക്ക് കിട്ടുന്ന വരനെ, വധുവിനെ ചേർത്ത് വിവാഹം നടത്താറുണ്ട്, കല്യാണം നടത്താറുണ്ട്. എത്രയെല്ലാം നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടതാണെങ്കിലും നമുക്ക് ആ സന്ദർഭത്തിൽ വലിയ സന്തോഷമായിരിക്കും. നമ്മളുടെ മക്കൾ വിവാഹിതരായി വരൻ്റെയോ വധുവിൻ്റെയോ കൂട്ടത്തിൽ വരുന്നത്, പോകുന്നത് കാണാൻ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുണ ചെയ്തു. നമ്മൾ ജീവിച്ചു, നമ്മളുടെ മക്കളെ വിവാഹം കഴിച്ചു, ആ മക്കൾക്ക് മക്കളായി. എന്നിട്ട് ആ മക്കളുടെ മക്കളെ, അടുത്ത തലമുറയെ വിവാഹം കഴിക്കുന്ന സന്ദർഭമാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. സ്വന്തം നമ്മളുടെ മക്കളെ വിവാഹം കഴിച്ച് വിടുമ്പോൾ എന്ത് സന്തോഷമായിരുന്നോ നമുക്കുണ്ടായിരുന്നത്, അതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും നമ്മളുടെ മക്കളുടെ മക്കളെ, ചെറുമക്കളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ. വലിയ സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് ആ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ ശാരീരികമായ നിലയിൽ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. ചിലപ്പോൾ നമ്മൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ കിടപ്പിലായിരിക്കും. ചിലപ്പോൾ നമുക്കതിൽ പങ്കെടുക്കാൻ സാധിക്കും. എങ്കിലും മകളെ വിവാഹം കഴിച്ച സമയത്ത് ഓടി നടന്നതുപോലെ ചിലപ്പോൾ ഓടി നടക്കാൻ സാധിച്ചെന്ന് വരികയില്ല. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. സ്വന്തമായ നിലയിൽ നടത്താൻ സാധിച്ചെന്ന് വരികയില്ല.
പക്ഷേ അതിൽ പങ്കെടുക്കാനും അത് കാണാനും അതിനെക്കുറിച്ച് കേൾക്കാനും വിവരങ്ങൾ അറിയാനും ഈ മക്കളെ ഒന്ന് കാണാൻ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ വലിയ സന്തോഷമാണ്. ഇതേ നിലയിൽ ഇവിടെ ഇരിക്കുന്ന പല ഉസ്താദുമാർക്കും അവരുടെ മക്കളുടെ മക്കൾ അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് ഇന്ന് ഈ സനദേറ്റ് വാങ്ങിയത്, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പൂർണ്ണമായി മനഃപ്പാടമാക്കിയത്. അവർക്കിന്ന് ഇരട്ടി സന്തോഷമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെക്കാളും കൂടുതൽ അതിയായി സന്തോഷിക്കുന്നത് അവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സന്തോഷങ്ങളെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാനും ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരാൻ കാരണം എൻ്റെ മക്കളുടെ കല്യാണമായതുകൊണ്ട് അതിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ വന്നതാണ്. ഒരു പ്രയാസമായി കണക്കാക്കാതെ വന്നുകൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പര നിലനിർത്തുമാറാകട്ടെ. ഇന്ന് നമ്മളുടെ മുമ്പിൽ ഏറ്റവും വിലയുള്ളവർ, ഏറ്റവും മതിപ്പുള്ളവർ ഈ ഇരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഇവരെ ഒരുപക്ഷെ നമ്മളുടെ വീടുകളിൽ വരുമ്പോൾ, നമ്മളുടെ വീടുകളിൽ, നമ്മളുടെ നാടുകളിൽ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ ഇവരെ ചിലപ്പോൾ ആക്ഷേപിക്കാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്, ശകാരിക്കാറുണ്ട്. ഇവരെ ചിലപ്പോൾ നമ്മൾ പിടിച്ചു മാറ്റി നിർത്താറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അവരിൽ നിന്ന് കാണുമ്പോൾ അവരെ വഴക്കു പറയാറുണ്ട്, ചിലപ്പോൾ അവരെ ഉപദേശിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് വലിയ വിലയില്ല ഇവരുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇവരുടെ മഹത്വം എന്താണെന്ന് നാം ശരിയായ നിലയിൽ മനസ്സിലാക്കി. ആരാണ് ഇവർ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ കുറിച്ച് പറയുന്നു, ഇവരെ ഞാൻ ഏറ്റെടുത്ത എൻ്റെ ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഈ മക്കൾ അല്ലാഹു പറയുന്നു എൻ്റെ ആളുകളായി ഞാൻ ഏറ്റെടുത്തവരാണ്. അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ ഏറ്റെടുത്തു ഇവരെ. എങ്ങനെ ഏറ്റെടുത്തു? എന്തിനേറ്റെടുത്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഒരു വാദായാണ്, വാഗ്ദാനമാണ്. അതൊരിക്കലും ലംഘനം വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ അവതരിപ്പിച്ചത് ഞാനാണ്. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ അവതരിപ്പിച്ചത് ഞാനാണ്. ഇന്ന് ലോകത്ത് മുഴുവൻ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ എങ്ങനെയെങ്കിലും മോശമായി ചിത്രീകരിക്കാൻ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ അധ്യാപനങ്ങളെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ അധ്യാപനങ്ങളെ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കാൻ, അതിനെ ആളുകളുടെ വിമർശന വിധേയമാക്കി ആളുകളുടെ മുമ്പിൽ അതിനെ മോശമാക്കി ചിത്രീകരിക്കാൻ അരയും തലയും മുറുക്കി ഇന്ന് ലോകത്ത് ആളുകൾ എല്ലാ ഭാഗത്തും അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടെല്ലാം ഒറ്റ വാക്കിൽ പറയുന്നു, നോക്ക്, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ നിങ്ങൾ പരിശ്രമിക്കുക. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണ സമയത്ത് തന്നെ ആരംഭിച്ച കാര്യമാണിത്. അന്നേ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ അവഹേളിക്കാൻ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കാൻ, പോട്ടെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നത്, ശ്രവിക്കുന്നത് പോലും, അതിനെ ശ്രദ്ധിക്കുന്നത് പോലും തടയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ മസ്ജിദ് പോലെ ഉണ്ടാക്കി നമസ്കരിക്കാൻ വേണ്ടി, അന്നത്തെ കാലം മസ്ജിദുകളൊന്നും കൂടുതലില്ല, വീട്ടുമുറ്റത്ത് നമസ്കരിക്കാനൊരു സൗകര്യമുണ്ടാക്കി. അവിടെ നമസ്കാരത്തിൽ അദ്ദേഹം ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യും. നമസ്കാരത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകതയാണ്, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ അദ്ദേഹം കരയുമായിരുന്നു. വല്ലാതെ കരയും, കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. വലിയ വികാരഭരിതമായിട്ടാണ് അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സന്ദർഭം, തങ്ങൾ രോഗിയായി കിടക്കുന്നു. ദിവസങ്ങളോളം തങ്ങൾ രോഗിയായി കിടന്നപ്പോൾ തങ്ങൾക്ക് മസ്ജിദുൻ നബവിയിൽ വന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ, ഇമാമ് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു മസ്ജിദിലേക്ക്. ആ സന്ദർഭത്തിൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹായെ വിളിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുരി അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്. ആയിഷ, എനിക്കിന്ന് നമസ്കരിക്കാൻ പോകാൻ സാധിക്കുന്നില്ല,
ആളുകൾ മസ്ജിദിൽ കാത്തിരിക്കുന്നു, ഇമാമത്തിന് സാധിക്കുന്നില്ല എനിക്ക്. അതുകൊണ്ട് നീ നിന്റെ പിതാവ്, നിന്റെ ബാപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ് നിന്ന് നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പോയി പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഏൽപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ മടിച്ചു, പറയാൻ മടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അതിന് എന്തെങ്കിലുമെല്ലാം തടസ്സം സൃഷ്ടിക്കാൻ നോക്കി. കുറച്ച് സമയം താമസിച്ചപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, പറയാൻ നിന്നോടല്ലേ ഏൽപ്പിച്ചത്, എന്തേ പറഞ്ഞില്ലേ? അപ്പൊ അബൂബക്കർ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സ്ഥാനത്ത് ഇമാമത്തിന് കയറി നിന്നാൽ ചിലപ്പോൾ നമസ്കാരം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. കാരണം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുമ്പോൾ തന്നെ വളരെ ശക്തമായ നിലയിൽ കരയുന്ന ആളാണ്. അതിന്റെ കൂട്ടത്തിൽ തങ്ങളുടെ സ്ഥാനത്ത് കയറി നിന്ന് പകരക്കാരനായി നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് നമസ്കരിക്കാൻ പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാം, അദ്ദേഹം നമസ്കരിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുരി അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. ആയിഷ, ഞാനല്ലേ പറഞ്ഞത്, അബൂബക്കറിനോട് പറ റളിയല്ലാഹു അൻഹു, നിന്റെ പിതാവിനോട് പറ നമസ്കരിക്കാൻ, വേറെ ആരും വേണ്ട. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വീണ്ടും ബുദ്ധിമുട്ട്. അവര് വിചാരിച്ചു, എങ്ങാനും കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നമസ്കരിച്ചാൽ പിന്നീട് തങ്ങളുടെ സ്ഥാനത്ത് കയറി മര്യാദയില്ലാതെ നിന്ന ആളെന്ന് ജനങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് കോട്ടം വരുമോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഭയം. പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ ചിന്തിക്കാത്ത പല ഭാഗവും ചിന്തിക്കും. നമ്മളുടെ മനസ്സിലൊന്നും എവിടെയും വരാത്ത, നമ്മളുടെ സ്വപ്നത്തിൽ പോലും വരാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആലോചിച്ച് സ്ത്രീകൾ, പെണ്ണുങ്ങൾ പറഞ്ഞു കളയും. നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ചില കാര്യങ്ങളുടെ പേരിൽ വലിയ പ്രശ്നങ്ങളും വഴക്കും ഉണ്ടാകും. ആണുങ്ങളൊന്നും കാര്യമാക്കണ്ട, ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. സ്ത്രീകളെ നമ്മൾ കുറച്ച് വകവെച്ച് കൊടുക്കണം, അവർ പറയുന്നത് നമ്മൾ കേട്ട് സഹിച്ചു കൊടുക്കണം. അല്ലാതെ എന്തെങ്കിലും മിണ്ടിയ ഉടനെ തന്നെ നമ്മൾ അതിന് പരിഹാരം കാണാൻ, അതിന് പ്രശ്നമുണ്ടാക്കാൻ, അതിനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചിത്രീകരിക്കാനൊന്നും നിൽക്കരുത്. നിന്നാ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ആദ്യ കാലം മുതലേ ഉള്ളതാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾക്കല്പം വളവുള്ളവരാണ്, വളവുള്ള എല്ലിൽ നിന്നുമാണ് പടച്ചത്. അതുകൊണ്ട് ആ വളവോട് കൂടി തന്നെ അവർ നിൽക്കുകയുള്ളൂ. നിങ്ങളത് സഹിച്ചോളണം, ക്ഷമിച്ചോളണം, അവരെ നിങ്ങൾ നല്ല നിലയിൽ ചേർത്ത് പിടിച്ചോളണം. വളവുള്ള സാധനം അങ്ങനെയാണല്ലോ. ഒരു വടി നമ്മൾ എടുത്തു, അതിന് വളവുള്ളതാണെങ്കിൽ അത് കുത്തി നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു നടക്കും. നേരെയുള്ള വടിയാണെങ്കിൽ കുത്തി നടക്കാൻ പ്രയാസമില്ല. വളവുള്ളതാണെങ്കിൽ വീഴുമോ ചരിയുമോ തെന്നുമോ എന്ന് പേടിച്ച് നമ്മൾ വളരെ സൂക്ഷിച്ച് നടക്കും. സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതേപോലെ സൂക്ഷിച്ച് നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കണം. അവരുടെ സംസാരം വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചില സന്ദർഭത്തിൽ അവരെന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടപ്പെടാത്തത് അവിടെ മാറ്റിവെക്ക്. ഇത്രയും കാലവും ഇഷ്ടപ്പെട്ട എന്തെല്ലാം നിങ്ങളോട് പറഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്തെല്ലാമാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങളോട് പറഞ്ഞതെന്ന് ചിന്തിക്കുക. അത് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇതിനെ മറന്നു കളഞ്ഞേക്ക്, അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. ഇതേപോലെ സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്ത് കയറി നിന്നാൽ ചിലപ്പോൾ പിന്നീട് ആരെങ്കിലും ആക്ഷേപിച്ചേക്കുമോ എന്നൊരു ഭയത്തിന്റെ പേരിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാമെന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനല്ലേ പറഞ്ഞത്, അബൂബക്കറിനോട് പറ. യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബൂബക്കർ, യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബൂബക്കർ. ആയിഷ, അല്ലാഹും മുഅ്മിനീങ്ങളും അബൂബക്കർ അല്ലാതെ മറ്റൊരാളെ എന്റെ സ്ഥാനത്ത് പകരക്കാരനാകാൻ അനുവദിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ആർക്കും അത് ഇഷ്ടമാവുകയില്ല. അതുകൊണ്ട് അബൂബക്കർ തന്നെ നിന്നാ മതി റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അപ്പോഴും സമ്മതം വന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ വഴി മാറിപ്പിടിച്ചു പോയി ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് വന്നു. ഹഫ്സയെ വിളിച്ചിട്ട് പറഞ്ഞു, ഹഫ്സ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമത്തിന് എന്റെ വാപ്പ അബൂബക്കറിനോട് പറയാൻ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുന്നു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി നിന്നാൽ അദ്ദേഹത്തിന് നമസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിന്റെ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് നല്ല ധീരനാണല്ലോ, ശക്തനാണല്ലോ, ബലവാനാണല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിനെ ആ സ്ഥാനത്ത് നിർത്താമെന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല, നീ ഒന്ന് വന്ന് പറ എന്ന് പറഞ്ഞ് ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് വന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൾ റളിയല്ലാഹു.
ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ ബലഹീനനായ മനുഷ്യനാണ്, ഹൃദയം തളർന്ന ആളാണ്, വളരെ മൃദുവായ ആളാണ്, നമസ്കാരം ചിലപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആയിഷയും അതുതന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന കുന്ന ല അൻതുന്ന സവാഹിബ യൂസുഫ് മുരി അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. രണ്ടെണ്ണം, നേരത്തെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ രണ്ടും കൂടെ വന്നിരിക്കുക. യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയതുപോലെ നിങ്ങളും ഇപ്പൊ എല്ലാം കൂടെ ആ യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റിച്ച പെണ്ണുങ്ങളെ പോലെ എന്നെയും പറ്റിക്കാൻ വന്നിരിക്കുകയാണോ? യൂസുഫ് അലൈഹിസ്സലാമിനെ പെണ്ണുങ്ങൾ പറ്റിച്ചല്ലോ. സലീഹ എങ്ങനെയെങ്കിലും വശപ്പെടുത്താൻ നോക്കിയിട്ട് സാധിക്കാതെ വന്നപ്പോൾ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞ പെണ്ണുങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി സലീഹ വിരുന്നു കൊടുത്തല്ലോ. എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഇവരുടെ കയ്യിലിരുന്ന പഴം മുറിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൈ മുറിച്ചു കളഞ്ഞു, അറിഞ്ഞില്ല. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി ആ സംഭവം സൂറത്ത് യൂസുഫിൽ പറഞ്ഞു തരുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന അയ്ദിയഹുന്ന വഖുൽന ഹാസ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. പെണ്ണുങ്ങളെല്ലാം കൈമുറിച്ചു കളഞ്ഞു, അറിഞ്ഞില്ല. യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ എല്ലാവരും അവരുടെ ബുദ്ധിയെല്ലാം എവിടെയോ പോയി. യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു നോക്ക് കണ്ടതേ ഉള്ളൂ. കണ്ടപ്പോൾ തന്നെ അവര് അതിൽ ലയിച്ചു പോയി. അവരുടെ കൈ മുറിഞ്ഞത് അറിഞ്ഞില്ല. വഖത്തഅന ഐദിയഹുൻ, അവര് പറഞ്ഞു ഇത് മനുഷ്യനൊന്നുമല്ല, മനുഷ്യൻ ഇത്രയും സുന്ദരനായിരിക്കുമോ? ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം, ഇത് ആകാശത്തിൽ നിറങ്ങി വന്ന മലക്കാണ്, മാലാഖയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കാതെയാകുന്നത് എന്ന് ആ പെണ്ണുങ്ങൾ പറഞ്ഞു. സലീഹ പറഞ്ഞു, ഖാലത് ഫദാലികുന്ന അല്ലദീ ലുംതുന്നനി ഫീഹി വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം വലഇൻ ലം യഫഅൽ മാ ആമുറുഹു ലയുസ്ജനന്ന വലയകൂന മിനസ് സാഗിരീൻ. സലീഹ പറഞ്ഞു, നിങ്ങളിപ്പോ കണ്ടപ്പോ തന്നെ കൈമുറിച്ചില്ലേ, നിങ്ങൾ ലയിച്ചു പോയല്ലോ അതില്. ഞാൻ എത്ര മാസങ്ങളായി ഇവന്റെ കൂട്ടത്തിൽ ഇവനെ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു, എന്നിട്ടും ഞാൻ അവനെ വശീകരിക്കാൻ നോക്കിയിട്ട് അവൻ വീഴുന്നില്ല എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്, ഇന്ന കുന്ന ല അൻതുന്ന സവാഹിബ യൂസുഫ്. യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കൂട്ടുനിന്ന പെണ്ണുങ്ങളെ പോലെ നിങ്ങളും എന്നെ അബൂബക്കറിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണോ? യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബൂബക്കർ. അബൂബക്കർ അല്ലാതെ മറ്റൊരാളും ആ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യനല്ല. യോഗ്യനായിട്ട് മുഅ്മിനീങ്ങളും സമ്മതിക്കുന്നില്ല, അല്ലാഹുവും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മുരി അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കറിനോട് തന്നെ പറ നമസ്കാരത്തിന്റെ ഇമാമത്ത് നിൽക്കാനെന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്നു, ദിവസങ്ങളോളം നമസ്കരിച്ചു, ദിവസങ്ങളോളം ഇമാമിൽ നിന്ന് നമസ്കരിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ തന്നെ മാറിക്കൊടുത്തു. വിഷയം അതല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ കരയുമായിരുന്നു, വികാരഭരിതനായി ഓതുമായിരുന്നു. അങ്ങനെ ഓതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് മസ്ജിദിൽ നമസ്കരിച്ചപ്പോൾ അന്നത്തെ കാലത്തുള്ള വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ സ്ത്രീകളും കുട്ടികളുമെല്ലാം വന്ന് കൂടാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ പാരായണം കേൾക്കാൻ, അദ്ദേഹത്തിന്റെ അവസ്ഥ കാണാൻ ധാരാളം സ്ത്രീകൾ, അമുസ്ലിമീങ്ങളായ സ്ത്രീകൾ അവരുടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നു. ഇത് കണ്ടപ്പോൾ അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾക്ക് ഭയം തോന്നി. എങ്ങാനും ഈ കൂട്ടത്തിൽ കണ്ട് കേട്ട് നമ്മളുടെ ഭാര്യമാരും നമ്മളുടെ സ്ത്രീകളും മക്കളും എല്ലാവരും വല്ല ഇസ്ലാമിലേക്ക് ചേർന്നു പോകുമോ എന്ന് പേടിയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് നടപ്പില്ല, ഇത് സാധിക്കുകയില്ല. ഇന്നും അതാണല്ലോ ലോകത്ത് നടക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ശരിയായ നിലയിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഇസ്ലാമിന്റെ ജീവിതം ജീവിച്ച് കാണിക്കാൻ നമ്മൾ മുസ്ലിമീങ്ങൾ തയ്യാറായാൽ, പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ അധ്യാപനങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറായാൽ, ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ആർക്കും നമ്മളോട് വിരോധമുണ്ടാവുകയില്ല. അവർ നമ്മളുടെ കൂട്ടത്തിലേക്ക് വന്നു ചേരും. പക്ഷെ നമ്മൾ അതിന് തയ്യാറില്ല. അതുകൊണ്ട് വികലമായ ഇസ്ലാമിനെയാണ്, വികൃതമായ ഖുർആനിന്റെ അധ്യാപനങ്ങളെയാണ് ഇതര മതസ്ഥരായ ആളുകൾ നമ്മളിൽ നിന്നും കാണുന്നത്. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നത്.
അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂടി ഇത് സാധിക്കുകയില്ല, നിങ്ങൾ വീട്ടുമുറ്റത്ത് നമസ്കരിക്കാൻ പാടില്ല, ഒന്നുകിൽ വീട്ടിനകത്ത് കയറി ആരും കാണാതെ നമസ്കരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളുടെ പാരായണം നിർത്തണം, ആളുകൾ ഞങ്ങളുടെ സ്ത്രീകളും മക്കളും വന്നു കൂടുന്നത് പോലെ നിങ്ങൾ പാരായണം ചെയ്യരുത്, പാരായണം ചെയ്യാൻ പാടില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. പിന്നെ ചില ആളുകൾ വന്ന് അദ്ദേഹം വലിയ പ്രധാനിയായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ തന്നെ താമസിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് തിരിച്ചു വരികയാണ് ചെയ്തത്. ചുരുക്കത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ പാരായണം കേട്ടാൽ നമ്മൾ അതിൽ ലയിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽക്കുന്നു. അല്ലാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ, ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ അവതരിപ്പിച്ചത് ഞാനാണ്. ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി എത്രയോ ശ്രമം നടന്നു, അന്ന് ഇതെല്ലാം ചെയ്തു. ഖുർആനിനെ വികലമാക്കാൻ വേണ്ടി, ഖുർആനിനെ സമ്മതിക്കാതിരിക്കാൻ, എതിർക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, പരിശ്രമിക്കുക, ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്ക്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ വിമർശിക്കുന്നല്ലോ, നിങ്ങൾ എതിർക്കുന്നല്ലോ, ഇല്ലാതാക്കാൻ നോക്കുന്നല്ലോ, സമ്മതിച്ചു, ചെയ്യാം. പക്ഷെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങളുടെ മുഴുവൻ സഹായികളെയും നിങ്ങൾ കൂട്ടിക്കോ, അത് നിങ്ങളുടെ ദൈവങ്ങളാണെങ്കിലും വേണ്ടില്ല, എല്ലാ സഹായികളെയും നിങ്ങൾ കൂട്ട്. എന്നിട്ട് ഈ പരിശുദ്ധമായ ഖുർആൻ ഞാൻ അവതരിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരധ്യായം, ഒരു ചെറിയ അധ്യായം, വെറും 3 ആയത്തുള്ള സൂറത്തുൽ കൗസർ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. 3 വചനങ്ങൾ മാത്രമേ ഉള്ളൂ, അതും വളരെ ചെറിയ വചനങ്ങൾ. ഇത്രയുമുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾക്ക് ഇതിന് പകരം കൊണ്ടുവന്ന് കാണിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ നോക്ക്, എന്നിട്ട് നിങ്ങൾ പറ, ഇതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് പറ്റൂല എന്ന് പറ. ശ്രമിച്ചു നോക്കി, എത്രയോ കാലങ്ങൾ ശ്രമിച്ചു, സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൈര്യമായിട്ട് തന്നെ അവരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരല്ല, ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർ മാത്രമല്ല, മുഴുവൻ ഭൂതവർഗങ്ങളും ജിന്നുകളും കൂടി കൂടിക്കോട്ടെ, എന്നാലും ഇതുപോലത്തെ ഒരു ഖുർആൻ, ഇതുപോലത്തെ ഖുർആനിന്റെ ഒരു ഭാഗം പോലും കൊണ്ടുവന്ന് കാണിക്കാൻ, ഇതിനോട് കിടപിടിക്കാൻ, വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിസ്ലി വലൗ കാന ബഅദുഹും ലിബഅദിൻ ലഹീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലോകത്ത് മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാലും സാധിക്കുകയില്ല എന്ന് തങ്ങളെ വ്യക്തമായി പച്ചയ്ക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഒന്നും ഭയപ്പെടേണ്ട. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഏത് കാലത്തും നിങ്ങൾ നോക്കിക്കോളി. ഇന്നുമുണ്ടല്ലോ, ഇന്ന് ഖുർആനിന്റെ വിമർശകരേ ഉള്ളൂ, എവിടെ നോക്കിയാലും ഖുർആനിന്റെ വിമർശകരാണ്. പക്ഷെ അത് കണ്ടിട്ട് ധൈര്യമായിട്ട് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ ഓർത്തിയതിന് പകരം മറ്റൊന്ന് കൊണ്ടുവരാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല. ഇത്രയും വിശിഷ്ടമായ നിയമങ്ങളും ഇത്രയും വിശിഷ്ടമായ അധ്യാപനങ്ങളും ലോകത്തിന് കാഴ്ചവെക്കാൻ ലോകത്തൊരു ശക്തിക്കും അവസാന കാലം വരെയും കഴിയുകയില്ല എന്നുള്ള ആ തന്റേടവും ഉറപ്പും അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ വചനങ്ങളെ മനസ്സിലാക്കി മോമിനീങ്ങളായ നമുക്കില്ലാതെ പോയതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യകരം. നമുക്കതില്ല. നമ്മളിന്ന് പേടിച്ചു പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഖുർആനിനെ വിമർശിക്കുന്ന നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, അവസരവാദികളെ, ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ, പുതിയ പുതിയ ഓരോ വാദികളെ കാണുമ്പോൾ, അതുപോലെ ആരെങ്കിലും പുതിയതായി ഖുർആനിനെ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ നൽകി പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് കണ്ട് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഖാദിയാനികളുടെ പരിഭാഷയും അല്ലെങ്കിൽ ഷിയാക്കാരുടെ പരിഭാഷയും മറ്റേതെങ്കിലും വിഭാഗങ്ങളുടെ പരിഭാഷകളുമെല്ലാം കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നി നമ്മൾ അമ്പരന്നു പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മളൊന്ന് അമ്പരന്നു പോകുന്നു. നമുക്ക് ഓർത്തുകൂടെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുകയില്ലേ? സാധിക്കുകയില്ല. ലോകത്ത് എത്ര വിമർശിച്ചാലും ഇതിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. എത്ര കാലമായി വിമർശിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ഖുർആനിനെ അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട്, ഖുർആനിന്റെ അധ്യാപനങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കാൻ, അവഹേളിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി. പക്ഷെ
നിന്നും ആർക്കും അത് ഈ ലോകത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയെല്ലാം ഖുർആൻ അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി ലോകത്ത് നിലനിൽക്കുകയാണ്, വ്യാപിക്കുകയാണ്. ബോധമുള്ള ആളുകൾ, നേരായ നിലയിൽ ചിന്തിക്കുന്നവർ ഈ ഖുർആനിലേക്ക് മടങ്ങുകയാണ്, ഖുർആനിന് കീഴ്പ്പെടുകയാണ്, ഖുർആനിന്റെ മുമ്പിൽ ശിരസ് നമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ, ഞാനാണ് അവതരിപ്പിച്ചത് പരിശുദ്ധമായ ഖുർആൻ, വേറെ ആരുമല്ല. അതുകൊണ്ട് ഇതിനകത്ത് ആർക്കും ഒന്നും കാണാൻ സാധിക്കുകയില്ല, ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ആർക്ക് സാധിക്കും? ഈ ലോകത്ത് ആരാണ് ഏതെങ്കിലും ഒരു പുസ്തകം എഴുതിയിട്ട് ഇതിന് യാതൊരു ന്യൂനതയും ഇല്ല, ഇതിനൊരു കുറവുമില്ല എന്ന് ആരാണ് പറയുന്നത്? എത്ര വലിയ കൂടിയ ആളുകൾ ഏത് പുസ്തകം എഴുതിയാലും ലോകം മുഴുവൻ നിങ്ങൾ പരിശോധിച്ചു നോക്കി, പുസ്തകത്തിന്റെ ആരംഭത്തിൽ, ആമുഖത്തിൽ, മുഖവരിയിൽ എഴുതും പൂർണ്ണത ഉണ്ടെന്ന് ഞാൻ വാദിക്കുന്നില്ല. അപാകതകളും പിഴവുകളും കാണാം. ഏതെങ്കിലും പിഴവുകൾ എന്തെങ്കിലും ആർക്കെങ്കിലും ബോധ്യപ്പെട്ടാൽ സ്നേഹബുദ്ധിയ ഉണർത്തണം, തിരുത്താം, അടുത്ത എഡീഷനിൽ തിരുത്താം എന്നെപ്പോഴും. അടുത്ത എഡീഷനിലോ അതിലും ഇത് തന്നെ എഴുതും, ഇനിയും എന്തെങ്കിലും കണ്ടാൽ തിരുത്താമെന്ന്. ആർക്കാണ് ഈ ലോകത്ത്, ആരുടെ പുസ്തകമാണ് ഒരു ന്യൂനതയുമില്ല എന്ന് പറയാൻ ധൈര്യമുള്ളത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ കുറിച്ച് അള്ളാഹു തആല അവസാനത്തിലല്ല, തുടക്കത്തിൽ തന്നെ ആദ്യമേ പറയുന്നു, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. അല്ലാഹു തആല ലോകത്തോട് പറയുകയാണ്, ഒരു തെറ്റും ഒരു കുറവും ഒരു ന്യൂനതയും ഒരു സംശയം പോലും ഇതിൽ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്റെ കിതാബ്. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി. ഇത്ര വ്യക്തമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ഈ ഗ്രന്ഥം, അതിന്റെ വാഹകരായിട്ട് ഇവരെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു തആല എന്തിനാ ഇവരെ ഏറ്റെടുത്തത്? വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹുവിന്റെ രണ്ടാമത്തെ വാഗ്ദാനമാണ്, പരിശുദ്ധമായ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചതുപോലെ ഞാൻ ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ലോകത്തിതിനെ ഇല്ലാതാക്കാൻ ആരാലും സാധിക്കുകയില്ല. എല്ലാ കാലത്തും ഖിയാമത്ത് നാൾ വരെ, ഖിയാമത്ത് നാളിന് ശേഷവും ഞാൻ ഇതിനെ സംരക്ഷിക്കും. ഞാനാണ് സംരക്ഷിക്കുന്നത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ. എവിടെയാ സംരക്ഷിക്കുക? പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മുടെയൊക്കെ വീടുകളിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഖുർആൻ പഴയ കാലത്തൊക്കെ ഖുർആൻ ശരീഫ് എല്ലാ വീട്ടിലും പൊതിഞ്ഞ് എവിടെയെങ്കിലും ഭദ്രമായി കയ്യെത്താത്ത സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഇന്ന് വീടുകളിൽ ഖുർആൻ വെക്കൂല ആരും. ആരെങ്കിലും ഒരു വീട്ടിൽ മരണപ്പെട്ട ഖുർആൻ ഓതണമെങ്കിൽ നേരെ ഓടി പള്ളിയിൽ പോകും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോകും, ഒരു ഖുർആൻ തരാവോ എന്ന് ഓതാനെന്ന് ചോദിച്ചു. അടുത്ത വീടുകളിൽ പോയി ഖുർആൻ വാങ്ങിക്കൊണ്ടുവരുന്ന അവസ്ഥ, അടുത്ത മസ്ജിദിൽ പോയി ഖുർആൻ പറക്കിക്കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത്. മുൻകാലത്തൊക്കെ ഒരു ബർക്കത്തിന് വേണ്ടിയെങ്കിലും ഖുർആൻ ശരീഫ് വീടുകളിൽ വെച്ചേക്കും, അത് തൊടാതെ സൂക്ഷിച്ച് വെച്ചേക്കും, എവിടെയും കയ്യെത്താത്തെടുത്ത്. ഒരു കാര്യം ഇടയ്ക്ക് സൂചിപ്പിച്ചേക്കാം, ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഖുർആൻ വെക്കാറുണ്ട്. ഖുർആനായിട്ട് വെക്കാറില്ലെങ്കിലും ഖുർആനിന്റെ ആയത്തുകൾ എഴുതിയ തടിയിലോ മറ്റേതെങ്കിലും ലോഹങ്ങളിലോ കടലാസുകളിലോ അല്ലെങ്കിൽ തുണികളിലോ ഫ്ലക്സുകളിലോ ഒക്കെ എഴുതി നമ്മുടെ വീടുകളിൽ തൂക്കിയിടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വണ്ടിയിൽ തൂക്കിയിടാറുണ്ട്. ആയത്തുൽ കുർസിയും ഒക്കെ എഴുതി തൂക്കിയിടാറുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ചെറിയ എഴുത്തായിട്ട് സൂറത്ത് യാസീൻ, സൂറത്തുർ റഹ്മാൻ ഇതെല്ലാം എഴുതി നമ്മളുടെ വണ്ടികളൊക്കെ തൂക്കിയിടാറുണ്ട്. സൂക്ഷിക്കണം. നമ്മുടെ സ്ത്രീകൾ വീട് തൂക്കുമ്പോൾ മതിലേൽ ചേർത്ത് ഇങ്ങനെ തൂക്കും ചൂലുകൊണ്ട്. എന്തിലാ തൂക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമും അതിൽ തൂക്കിയിരിക്കുകയാണ്. ആയത്തുൽ കുർസി എഴുതി അതിൽ ചൂല് കൊണ്ട് തൂക്കുന്നു, തറ തൂക്കുന്ന ചൂല്. നമ്മുടെ ആരുടെയെങ്കിലും മുഖത്ത് പോട്ടെ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചൂല് കൊണ്ട് തൂത്താൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എത്ര ദേഷ്യമായിരിക്കും വരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ ചൂല് കൊണ്ട് തൂത്താലോ? അതുപോലെ ഇത് മുഴുവനും എടുത്തു വെക്കുന്നവർ, അതിനെ എടുത്ത് കൊണ്ടുപോയി വെക്കുന്നവർ, താഴെ വീണാൽ എടുക്കുന്നത് ആരാ എടുക്കുന്നത്? എല്ലാവരും വുളുവോടുകൂടി എപ്പോഴും കാത്തു നിൽക്കുകയാണ് എടുക്കാൻ. അതുപോലെ വാഹനങ്ങളിൽ കയറുന്നത് ആരൊക്കെയാണ്? ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകളിൽ ആരാണ് തൊടുന്നത്? പരിശുദ്ധമായ ഖുർആൻ ശരീഫ് വുളു ഇല്ലാതെ തൊടാൻ പാടില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. പരിശുദ്ധമായ ഖുർആൻ വുളു ഇല്ലാതെ തൊടാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ ഖുർആനിനോടുള്ള മഹത്വവും മതിപ്പും ബഹുമാനവും ആദരവും നമ്മളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞ്
ഇല്ലാതാക്കി കളയാൻ ഇങ്ങനത്തെ മാർഗങ്ങൾ സ്വീകരിച്ച് ആ ഖുർആനിനെ നമ്മളിൽ നിന്നും അകറ്റാൻ, ഖുർആനിൽ നിന്ന് നമ്മളെ അകറ്റാൻ ഇന്ന് ലോകത്ത് വലിയ പരിശ്രമം നടക്കുകയാണ്. നാം അറിയാതെ നാം എല്ലാം അതിൽ പെട്ടുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. ഇതെല്ലാം പ്രത്യേകം സൂക്ഷിക്കാൻ വേണ്ടി ഇടയിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅദ ചെയ്യുന്നു, വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാൻ ഖുർആനിനെ സംരക്ഷിക്കും. അല്ലാഹു തആല ഖുർആനിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് ഈ മക്കളുടെ ഹൃദയങ്ങൾ. അല്ലാഹു തആല ഈ മക്കളുടെ ഹൃദയങ്ങൾ എടുത്തു. ഹൃദയം മാത്രം എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ അങ്ങ് എടുത്തിരിക്കുകയാണ്. മാതാപിതാക്കൾ, ഈ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കൾ എത്ര വലിയ സ്ഥാനമുള്ളവരാണ്. അവരിന്ന് മനസ്സിലാക്കി ചിന്തിക്കുകയും ഇവർ ആരാണ്, ഇവരെ കൊണ്ട് അല്ലാഹു തആല നമുക്കെന്താണ് നൽകിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിനെ ലോകത്ത് നിലനിർത്താൻ നിങ്ങളുടെ മക്കളെ അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളെ ഏറ്റെടുത്തപ്പോൾ അല്ലാഹു തആല ഇവർക്ക് വലിയ സ്ഥാനം കൊടുത്തു. ഇവർക്ക് കൊടുത്ത സ്ഥാനത്തിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവർ ഖുർആൻ ശരീഫ് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഇവരുടെ മാതാപിതാക്കൾക്ക് വെറും ഇവരെ ജനിച്ചു വളർത്തി, ഇവരെ പ്രസവിച്ചു വളർത്തി എന്നതിൻ്റെ പേരിൽ ഉമ്മായും വാപ്പായും നാളെ മഹ്ശറയിൽ വരുമ്പോൾ എല്ലാവരും വേർപ്പിൽ കുളിച്ചിങ്ങനെ നിരന്ന് നിൽക്കുന്ന സമയത്ത് മാതാപിതാക്കൾ വരുന്നു വലിയ രാജാക്കന്മാരെ പോലെ തലയിൽ കിരീടവുമായിട്ട്. കിരീടം വെച്ച് രാജാക്കന്മാരെ പോലെ വരും. എന്ത് കിരീടമായി? ഇവിടുത്തെ മാതിരി എന്തെങ്കിലുമൊക്കെ ചെറിയ രത്നങ്ങളോ മുത്തുകളോ പതിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്ലുകളോ വല്ലതും വെച്ച് പതിച്ച കിരീടമാണ് ഇന്നത്തെ പോലെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, അതിങ്ങനെ പ്രകാശിക്കും. എന്ത് പ്രകാശം? സൂര്യനേക്കാൾ പ്രകാശം. ലക്ഷക്കണക്കിന് മൈലുകൾ അകലെ നിൽക്കുന്ന സൂര്യൻ, അതിന്റെ പ്രകാശം താങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മളുടെ കണ്ണുകൾ സൂര്യന്റെ നേരെ നോക്കിയാൽ കണ്ണ് മങ്ങിപ്പോകുന്നു. നമ്മളുടെ കണ്ണുകൊണ്ട് സൂര്യന്റെ പ്രകാശം കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ലക്ഷക്കണക്കിന് മൈലുകൾ അകലെ നിൽക്കുന്ന സൂര്യന്റെ ഒരു ഭാഗം മാത്രം ഇങ്ങോട്ടടിച്ചിട്ട് ആ പ്രകാശം ഉൾക്കൊള്ളാൻ നമ്മളുടെ കണ്ണുകൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സൂര്യന്റെ മുഴുവൻ ഭാഗങ്ങളുടെ പ്രകാശവും കൂടി ചേർത്ത് നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ റൂമിലെ ഒരു ലൈറ്റാക്കി വെച്ചാൽ, നിങ്ങൾ രാത്രി താമസിക്കുന്ന നിങ്ങളുടെ കിടപ്പുമുറിയുടെ ലൈറ്റാക്കി കൊണ്ടുവന്ന് ഈ സൂര്യനെ പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ പ്രകാശമായിരിക്കും ഈ മാതാപിതാക്കളുടെ തലയിൽ ഇരിക്കുന്ന കിരീടത്തിന്. ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി ലൗ കാനത് ഫീ ബുയൂതികും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് ചോദിക്കുകയാണ്, ഈ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്. ഫമാ ലൻകും ബില്ലദി യഅമലു ബിഹി, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനപ്പാഠമാക്കിയതിന്റെ പേരിൽ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുക്കുന്ന മഹത്വം ഇതാണ്. ഇതാണ് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആദരവും ബഹുമാനവുമെങ്കിൽ ഇവിടെ ആദരിക്കാൻ കാത്തിരിക്കുകയാണ് രക്ഷകർത്താക്കളെ. എന്താ ആദരിക്കുന്നത്? ഒരു ഷാള് കൊടുത്ത് ആദരിക്കുന്നത്. ഷാള് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇട്ടേക്കുന്ന വെള്ള ഉടുപ്പിന്റെ ആ ഭംഗി മറഞ്ഞു പോകും. ഷാളിന്റെ കളർ കൊണ്ട് വെളുപ്പ് പോലും കാണൂല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കും മഹ്ശറയിൽ വെച്ച്. ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി ലൗ കാനത് ഫീ ബുയൂതികും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളുടെ ബുദ്ധിയെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളുടെ കിടപ്പുമുറിയിലെ വിളക്കായിട്ട് സൂര്യനെ വിറ്റ് ചെയ്ത് പിടിപ്പിച്ചു തന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതിനേക്കാൾ പ്രകാശമായിരിക്കും. അഥവാ മഹ്ശറയിൽ മുഴുവൻ ആളുകളുടെയും മുമ്പിൽ ഇവരുടെ തലയിൽ ഇങ്ങനെ പ്രകാശിക്കുന്നത് കണ്ട് ആളുകൾ ചോദിക്കും, ഇത് ആരാണ്, ആരാണ്, എന്താണ് ഇവർക്ക് ഇത്രയും വലിയ സ്ഥാനമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവരുടെ മഹത്വം അറിയുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഫമാ ലൻകും ബില്ലദി യഅമലു ബിഹി, മാതാപിതാക്കൾക്ക് ഇതാണ് കൊടുക്കുന്നത് എങ്കിൽ ആ ഖുർആൻ പഠിച്ച് മനപ്പാഠമാക്കി അതിനെ മനസ്സിലാക്കി അതിന്റെ അധ്യാപനങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ ചിട്ടവരുത്തി ജീവിതത്തെ പാകപ്പെടുത്തി എടുത്ത് ലോകത്തിന്റെ മുമ്പിൽ ഖുർആനിന്റെ സന്ദേശം വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറായ ഈ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ആളുകളായിട്ട് ഞാൻ ഏറ്റെടുത്തവർക്ക് ഞാൻ എന്ത് കൊടുക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കി. നിങ്ങളുടെ ഊഹത്തിൽ വരുമോ? നിങ്ങളുടെ ഊഹത്തിൽ വരാൻ സാധിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിക്കുന്നു. അങ്ങനത്തെ താരങ്ങളാണ്, അങ്ങനത്തെ നക്ഷത്രങ്ങളാണ് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ.
നിസ്സാരമായി ആരും കണക്കാക്കണ്ട. ഇവരുടെ മനസ്സിനെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഇവരുടെ കയ്യിലിരിക്കുന്ന ഖുർആനിലോ അല്ലെങ്കിൽ ഇവരുടെ നാവിൽ കൂടി കേൾക്കുന്ന പാരായണത്തിലോ അല്ല അള്ളാഹു താല സൂക്ഷിച്ചിരിക്കുന്നത്. അള്ളാഹു ഇവരുടെ ഹൃദയങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു താല ഒരിക്കലും ഖുർആനിനെ കടലാസിലല്ല, പുസ്തകങ്ങളിലല്ല, അലമാരികളിലല്ല, നാവിലല്ല, എവിടെയുമല്ല സൂക്ഷിച്ചിരിക്കുന്നത്. അള്ളാഹു സൂക്ഷിക്കുന്നു മനുഷ്യ ഹൃദയങ്ങളിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എനിക്ക് ഹൃദയം മതി, മനസ്സ് മതി. ഞാൻ മനസ്സിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലാണ് ഖുർആൻ. പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എവിടെന്നാ വരുന്നത്? ഒരു കഷ്ണം കടലാസ് പോലും നോക്കാതെ ഓതുന്നു. ഇന്ന് ഖുർആൻ ഷരീഫ് മനഃപ്പാടമാക്കിയതിന് ശേഷം അതിനെ പാഠം കൊടുക്കുന്ന, ആവർത്തിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ഒറ്റ ഇരിപ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ഇരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ 30 ജുസുവും ഒരേ നിലയിൽ മനഃപ്പാടമാക്കി ഓതി കേൾപ്പിക്കുന്നവർ. നമ്മളൊക്കെ ഒരു ഫാത്തിഹ ഓതിയാൽ തന്നെ ചിലപ്പോൾ തെറ്റിപ്പോകും. അതിൽ തന്നെ തെറ്റുവരും. അത് മുഴുവനും ഓതാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഒരു യാസീൻ ഓതിയ അല്ലാഹു അക്ബർ. ചില ആൾക്കാർ യാസീൻ ഓതും, പക്ഷേ യാസീൻ അടുത്തിരുന്ന് കേട്ടാ നമ്മൾ ഓതുന്നതും തെറ്റിപ്പോകും. എന്താണ് ഓതുന്നതെന്ന് ഖുർആൻ മാന്യമായ നിലയിൽ നമ്മൾ പഠിക്കണം. ഖുർആനിന്റെ ബാധ്യതയാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. വറത്തിലിൽ ഖുർആന തർത്തീല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ കുറിച്ച് നിങ്ങൾ ഖുർആൻ ഓതാനല്ല പറഞ്ഞത്, ഇഖ്റഉൽ ഖുർആന എന്നല്ല പറഞ്ഞത്. അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആനിനെ നിങ്ങൾ അതിന്റെ നിയമപ്രകാരം ശരിയായ നിലയിൽ എങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോ, സഹാബാക്കൾ നമ്മളെ എങ്ങനെ ഖുർആൻ ഷരീഫ് നമ്മൾ വരെ മാറി മാറി കൈമാറി നമുക്ക് തന്നോ, അതേപോലെ ഖുർആൻ ഷരീഫ് ഓതണം. ഖുർആൻ തെറ്റുകൂടാതെ നിങ്ങൾ പഠിക്കണം. അങ്ങനെ ഓതിയാലേ ഖുർആൻ ഷരീഫ് ആവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് ഖുർആൻ ഷരീഫിന്റെ പാരായണം പഠിക്കണം. ഈ മക്കൾ 30 ജുസുവും ഒരു തെറ്റുമില്ലാതെ, ഒരു നിയമവിരുദ്ധവും അല്ലാതെ ഒരേ ഇരിപ്പിലിരുന്ന് ഓതി ഉസ്താദന്മാരുടെ മുമ്പിൽ കേൾപ്പിക്കുന്നവരാണ്, പാഠം കൊടുക്കുന്നവരാണ്. എന്താണ് അവരുടെ മനസ്സിനെ അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്നത്? അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന് വേണ്ടി ഇവരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ പഞ്ചായത്തില്, ഇവിടെ പന്മന പഞ്ചായത്തില് ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുന്ന എന്തോ പ്രശ്നമുള്ള ഒരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യമുള്ള ഒരു കുടുംബം, പഞ്ചായത്ത് കൂടി തീരുമാനിച്ചു, പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും കൂടി തീരുമാനിച്ചു ആ കുടുംബത്തെ നമുക്ക് ദത്തെടുക്കാമെന്ന് തീരുമാനിച്ച് പഞ്ചായത്തിൽ യോഗം വിളിച്ചുകൂട്ടി ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് സമ്മേളനം വെച്ച് പ്രഖ്യാപിച്ചു ആ കുടുംബത്തെ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് നടത്തുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ നമ്മൾ എന്തായിരിക്കും നമ്മളുടെയൊക്കെ അവസ്ഥ? ആ കുടുംബക്കാർക്ക് എത്ര സമാധാനവും സന്തോഷവുമായിരിക്കും, അവർക്ക് എത്ര ഉറപ്പായിരിക്കും അവരുടെ കാര്യങ്ങൾക്ക് തീരുമാനമായല്ലോ എന്ന്. നാട്ടുകാർ മുഴുവനും പറയും, ഓ പഞ്ചായത്ത് വലിയ കാര്യമാണ് ചെയ്തത്, പഞ്ചായത്ത് മുഴുവനും കൂടി ഏറ്റെടുത്തു. പോട്ടെ, ഒരു മഹല്ല്, ആ മഹല്ലിലുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ, ഇല്ലെങ്കിൽ ഇന്നൊക്കെ സാധാരണ നടക്കുന്നതുമാതിരി ചില വിദ്യാർത്ഥികളുടെ പഠനം, ചില വിദ്യാർത്ഥികൾ നല്ലപോലെ മികവ് കാണിച്ചു, പഠനത്തിൽ SSLCയിൽ വലിയ റാങ്ക് വാങ്ങിച്ചു, +2 പഠിച്ചപ്പോൾ അതിനേക്കാൾ വലിയ റാങ്ക് കാണിച്ചു. നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടും, ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് തുടർന്ന് പഠിപ്പിക്കണം, നല്ല ഡിഗ്രി നേടിക്കൊടുക്കണമെന്ന് മഹല്ല് തീരുമാനിച്ചു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തെന്ന്. എന്നാൽ ആ കുട്ടിക്ക് എത്ര സന്തോഷമാണ്, ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് എത്ര സമാധാനമാണ്, അവർക്ക് എത്ര സന്തോഷമായിരിക്കും. ഇത് മഹല്ലല്ല, ആ വ്യക്തിയല്ല, ജമാഅത്തല്ല, പഞ്ചായത്തല്ല, മുനിസിപ്പാലിറ്റി അല്ല, സ്റ്റേറ്റ് അല്ല, രാജ്യമല്ല, രാഷ്ട്രമല്ല, സർവശക്തനായ സർവാധിനാഥനായ അല്ലാഹു പറയുന്നു, ഞാൻ ഏറ്റെടുത്തു ഈ കുഞ്ഞുങ്ങളെ. ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇനിയും വിശ്വാസം വരികയില്ല. ഇവർ ഈ വഴിയിലെങ്ങാനും പോയാൽ ദാരിദ്ര്യവാസികളായി പോകും, ആഹാരമില്ലാതെയായി പോകും, വെള്ളമില്ലാതെയായി പോകും, വസ്ത്രമില്ലാതെയായി പോകും എന്നൊക്കെ വിചാരിച്ച് ഇവരൊന്നുമില്ലാത്തവരാകും. കാരണം കാണുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ്. അവരുടെ സ്റ്റാർട്ടിംഗ് ശമ്പളം തന്നെ 50,000, 60,000, 1 ലക്ഷം ഒക്കെയാ സ്റ്റാർട്ടിങ്. പള്ളിയിലെ ഉസ്താദിന് സ്റ്റാർട്ടിംഗ് ശമ്പളം 10 രൂപ ഇപ്പൊ കൊടുത്തോണ്ടിരുന്നു. നിലവിൽ അടുത്ത ഉസ്താദിനെ അന്വേഷിക്കുമ്പോൾ 9 രൂപയ്ക്ക് 8 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ അങ്ങനത്തെ ഉസ്താദിനെ വെക്കാൻ നമുക്ക്
കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വലിയ പേരും പ്രശസ്തിയും ഉള്ളവരൊക്കെ നോക്കി, എന്നാൽ വേറെ കിട്ടാനില്ല, അതുകൊണ്ട് ഒരു 12 രൂപ ഇപ്പോൾ കൊടുക്കാം. എന്നിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ 12 രൂപ ഇപ്പം തരാം, 10 കൊടുത്തുകൊണ്ടിരുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കിട്ടുമെന്ന്. ഇവർക്ക് ഇഷ്ടപ്പെട്ട ഉസ്താദാണ്, കമ്മിറ്റിക്കാർക്ക് പറ്റിയതാണെങ്കിൽ പറയും എന്തെങ്കിലും ചെയ്യാമെന്ന്. ഈ പറയുന്നതാരാ? 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചിട്ട് തനിക്ക് മാസം ചെലവിന് തികയുന്നില്ല എന്ന് പരാതി പറയും. ചിലപ്പോൾ ഇതേ ഉസ്താദിനോട് തന്നെ പരാതി പറയുന്ന ഉദ്യോഗസ്ഥനാണ് പള്ളിയുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റാണ് ഉസ്താദിനോട് പറയുന്നത്, ഉസ്താദെ 12 രൂപ തരാമെന്ന്. അവനക്ക് സ്വന്തം ഒന്ന് ചിന്തിച്ചുകൂടെ? എൻ്റെ വീട്ടിൽ പാല് മേടിക്കാൻ പോലും 12 രൂപ തികയില്ല ഒരു മാസത്തേക്കെന്ന്. ഒന്ന് കണക്കൂട്ടി നോക്കിക്കൂടെ? നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഈ കുഞ്ഞുങ്ങളെയൊക്കെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ഉസ്താദന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരാരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് എൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ അരി മേടിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് കാശ് തരണം അല്ലെങ്കിൽ അരി തരണോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ടോ? അള്ളാഹു വിടൂല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ലോകത്ത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന, ആ വഴിയിൽ ജീവിക്കുന്നവരെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു വരെ വിടുകയില്ല, അള്ളാഹു വരെ ഒഴിവാക്കുകയില്ല. അവർക്കുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടോളും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഈ മക്കളുടെ മാതാപിതാക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, ഇതിനു മുമ്പും പല സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചു വന്ന ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ മക്കൾ നിങ്ങൾക്കുണ്ടാകും. അങ്ങനത്തെ രക്ഷകർത്താക്കളെ മുഴുവൻ രക്ഷകർത്താക്കളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രക്ഷകർത്താക്കളാകാൻ വേണ്ടി ഇരിക്കുന്നവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കലും അല്ലാഹു ഇവരെ കൈവിട്ട് കളയുകയില്ല. ഇവരുടെ ജീവിതം അവതാളത്തിലാവുകയില്ല, ഇവർ ജീവിക്കാൻ കഷ്ടപ്പെടുകയില്ല. എത്ര കിട്ടിയാലും തികയാതെ ജീവിക്കുന്ന ആളുകളെ പോലെ ഇവർ തികയാത്തവരാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ മനസ്സിന് സമാധാനം കൊടുക്കും, സന്തോഷം കൊടുക്കും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ ഗറൽ വലാ അറൽ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ഒരാളുടെ കയ്യിൽ കുറേ സമ്പത്തുണ്ട്, കുറെ സൗകര്യങ്ങളുണ്ട്, കുറെ വസ്തുവകകളുണ്ട്, കുറെ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അവൻ ധന്യനാവുകയില്ല. അവൻ ധന്യനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വീട്ടുമുറ്റത്ത് 10 വണ്ടി ഉണ്ടാകും, കാറുണ്ടാകും, വിശാലമായ വീട്, 10ഉം 20ഉം റൂമുള്ള വീട്, ആ വീടിന്റെ ചുറ്റും വിശാലമായ തോട്ടങ്ങളും സൗകര്യങ്ങളും വലിയ കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷെ സമാധാനമായി ഒരു ദിവസം പോലും രാത്രി ഉറങ്ങാൻ ആ വീട്ടുകാരന് സാധിക്കുകയില്ല. കാരണം അവന്റെ മനസ്സിന് ധന്യതയില്ല, അവന്റെ മനസ്സിന് സമാധാനമില്ല. ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അറൽ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സാധനങ്ങൾ കണ്ടിട്ട് അവൻ വലിയ ധന്യനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. ഇല്ല, വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. മനസ്സിന് സമാധാനം, മനസ്സിന് ധന്യത ഉണ്ടാകണം, ഹൃദയത്തിൽ സമാധാനം മതിയായി എന്നുള്ള തോന്നൽ, അള്ളാഹു തരുമെന്നുള്ള തോന്നൽ, അള്ളാഹുവിന്റെ ഖജനാവിലേക്ക് നോക്കിയിട്ട് സമാധാനപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവനാണ് വിജയി, അവനാണ് സമ്പന്നൻ, അവനാണ് ധന്യൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ദീനിന്റെ വഴിയിൽ ഖുർആൻ ഷരീഫ് പഠിച്ചു. പിന്നെ ചില ആളുകൾക്കൊരു തോന്നലുണ്ട്, ഹാഫിളാകണം, ഹിഫ്ള് പൂർത്തിയായി, ഹിഫ്ളൊക്കെ പഠിച്ചു, ഇനി വേറെ ഏതെങ്കിലും വഴിയിൽ പോയി ജീവിതമാർഗം നോക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഉയർന്ന നിലവാരത്തിൽ എത്തിക്കണം, എന്നിട്ട് അവനക്ക് എന്നാലേ ഉള്ളൂ നല്ല ശമ്പളമൊക്കെ വാങ്ങി ജീവിക്കാൻ പറ്റുള്ളൂ. ഈ പള്ളിയിലും മദ്രസയിലും ഒക്കെ പോയി നിന്നാൽ കമ്മിറ്റിക്കാർക്കും അറിയാമല്ലോ, നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ അല്ലേ കിട്ടുള്ളൂ, നാട്ടുകാരെല്ലാവരും കൂടി പിരിച്ചല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്നതൊക്കെ അല്ലേ അവർക്ക് കിട്ടുകയുള്ളൂ, അതുകൊണ്ട് ജീവിതം നടക്കുകയില്ല. അതുകൊണ്ട് ഇവരെ വേറെ വഴിക്ക് തിരിച്ചുവിടാമെന്ന് ചിലപ്പോൾ രക്ഷകർത്താക്കൾ ഇപ്പോഴേ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കും. റമദാൻ അടുത്തല്ലോ, കുട്ടികൾ പഠിച്ച് സനതും വാങ്ങി പോയല്ലോ, ഇനി പോയതിനു ശേഷം അടുത്ത കാര്യം നോക്കാമെന്ന് മാതാപിതാക്കൾ ഇപ്പോഴേ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ആലോചിപ്പിക്കും ബന്ധുക്കൾ. കൊച്ചാപ്പ വരും, മൂത്താപ്പ വരും, മാമ വരും, മാമി വരും, മൂത്തുമ്മ വരും, കൊച്ചുമ്മ വരും, പെങ്ങൾ വരും, അളിയം വരും, എല്ലാവരും വന്നു. അവന് ഇനിയും ഓതാൻ വിടുകയാണോ? അവന് ഇനിയും മദ്രസയിലേക്ക് വിടുകയാണോ? നമുക്കൊന്ന് പഠിക്കണ്ടേ? 4 അക്ഷരം ആരാ പറഞ്ഞ പഠിക്കണ്ടെന്ന്? ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കണം. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാകണം, വലിയ വിദ്യാഭ്യാസം, വലിയ വിദ്യാസമ്പന്നരാകണം, എല്ലാം പഠിക്കണം. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പഠിക്കുന്നതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് മുഴുവനും ഉപയോഗിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഒന്നും പഠിക്കാനും പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഈ ലോകത്തേക്ക് വന്നത്. നിങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ ചിന്തിക്കാനുള്ള ഹൃദയം തന്നു, കേൾക്കാനുള്ള കേൾവി ശക്തി തന്നു.
കാണാനുള്ള കാഴ്ച ശക്തി തന്നു. അള്ളാഹു പറയുന്നു, നിങ്ങൾ ജനിച്ചിങ്ങോട്ട് വീണപ്പോൾ ചെവിയുണ്ടായിരുന്നു, പക്ഷെ കേൾക്കാൻ ശക്തിയില്ല, അത് വേണം. എത്രയോ ആളുകളുണ്ട് ചെവിയുള്ളവർ, കേൾക്കൂല. കണ്ണുണ്ട്, പക്ഷെ കാണാൻ പറ്റൂല. അപ്പൊ അള്ളാഹു തആല കണ്ണ് തന്നാൽ പോരാ, കണ്ണിന് കാഴ്ചയും തരണം. ഹൃദയമുണ്ട്, പക്ഷെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല, ഹൃദയം വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ എത്ര ആളുകൾ. പകരം വേറെ ഹൃദയം വെക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാനാ തന്നത്. ഹുവല്ലദീ അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങളുടെ ചെവി ഉണ്ടായിരുന്നു, ചെവിക്ക് കേൾവി ഞാനാ തന്നത്. കണ്ണുണ്ടായിരുന്നു, കാഴ്ച ഞാൻ വേറെ തരികയാ ചെയ്തത്. ഇതെല്ലാം എന്തിനാ? നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും വന്നപ്പോൾ ഇതൊന്നുമില്ലാതെ വന്ന നിങ്ങൾക്കിത് തന്നത്. നിങ്ങൾ ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ ലോകത്തെക്കുറിച്ച് പഠിക്കണം. ലോകത്തുള്ള അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കണം. അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഉൾക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഈ സംവിധാനങ്ങളെ കണ്ട് പഠിച്ച് ഉപയോഗിച്ച് അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം. അതിനുവേണ്ടിയാണ് നിങ്ങൾക്കിതെല്ലാം തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് ഈ മക്കളെ എന്ന് മാത്രമല്ല, നമ്മളുടെ വളർന്നു വരുന്ന മക്കളെ, ഇന്ന് വളർന്നു വരുന്ന തലമുറയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എല്ലാവരും വീടുകളിൽ അനുഭവിക്കുകയാണ്. മാതാക്കൾ അനുഭവിക്കുന്നു, പിതാക്കൾ അനുഭവിക്കുന്നു, സഹോദരങ്ങൾ അനുഭവിക്കുന്നു. മാതാവിനെ വഴിയിൽ അടിച്ചു കൊല്ലുന്ന മക്കൾ, പിതാവിനെ കുത്തിക്കൊല്ലുന്ന മക്കൾ, പിതാവിനെ എവിടെയെങ്കിലും പിടിച്ച് തടവിലിടുന്ന മക്കൾ, സഹോദരങ്ങളോട് പിണങ്ങി അവരെ കേസിൽ കൊടുക്കുന്ന മക്കൾ. എന്താ കാരണം? അവരുടെ ജീവിതം അങ്ങനെയായിപ്പോയി. ഖുർആനിന്റെ അധ്യാപനങ്ങളില്ല, അല്ലാത്ത എല്ലാ അഭ്യാസങ്ങളുമുണ്ട്. എല്ലാ അഭ്യാസവും ഇന്ന് നടക്കുന്നു, പക്ഷെ ഖുർആനിലേക്ക് തിരിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ മക്കൾ നമ്മളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു, ഇപ്പോ എല്ലാവരും കേട്ടു. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, അള്ളാഹു തന്ന ഈ അനുഗ്രഹത്തെ അനുഗ്രഹമായി മനസ്സിലാക്കാതെ, അള്ളാഹുവിന്റെ ദീനിനെയും ഖുർആനിനെയും പഠിക്കാൻ സമയം കണ്ടെത്താതെ, അതിനുവേണ്ടി ആ ജീവിതം നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാതെ കഴിയുന്ന ആളുകളോട് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, നമ്മളോട് എല്ലാവരോടും, വബദലഹും സയ്യിആതു മാ അമിലു വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഖുർആനിന്റെ അവസാന ഭാഗം ഓതി പാഠം തീർത്തത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ കുഞ്ഞുങ്ങൾ ഓതി പറഞ്ഞു, ഓർത്തോ കേട്ടോ, ഇരിക്കുന്ന മുഴുവൻ രക്ഷകർത്താക്കളോടും കാരണവന്മാരോടും മാതാക്കളോടും പെങ്ങന്മാരോടും എല്ലാവരോടും ആ കുട്ടികൾ പറഞ്ഞു, ഓർത്തു. അള്ളാഹുവിന്റെ ആ താക്കീത് നമ്മളെ ഓർമ്മപ്പെടുത്തി. വബദലഹും സയ്യിആതു മാ കസബു കസ്സയ്യിആതു മാ അമിലു. ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ, ഇന്ന് ഈ കൂട്ടമല്ല, ഈ കൂട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ കണ്ട് സന്തോഷിച്ചു. ഈ കൂട്ടത്തിൽ ഞങ്ങളെ കണ്ട് നിങ്ങൾ വലിയ മനസ്സിന് ആനന്ദമുള്ളവരായി എല്ലാവരും വന്ന് കൂടി ഞങ്ങളെ സന്തോഷിപ്പിച്ചു. പക്ഷേ എല്ലാവരും ഓർത്ത ഒരു കാര്യം, വബദലഹും സയ്യിആതു മാ അമിലു, നാളെ ഇതിനേക്കാൾ കൂടുതലായി അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ ആൾ വരെ ഒരുമിച്ച് കൂടുന്ന വിശാലമായ ഒരു മഹ്ശറയുടെ സമ്മേളനം, മഹ്ശറയുടെ ഒരു സമ്മേളനമുണ്ട്. അവിടത്തേക്ക് എല്ലാവരെയും വിളിക്കും, എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഓരോ മനുഷ്യരും ചെയ്ത തെറ്റായ പ്രവണതകൾ അവിടെയാണ് വെളിവാവുക. ഇന്ന് എല്ലാവരും അന്തസ്സോടെ നടക്കും, എല്ലാവരും വലിയ അഭിമാനത്തിൽ നടക്കും, ഞാൻ വലിയവനാണെന്ന് വിചാരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല. നടക്കുന്നവർ അവിടെ പോകുമ്പോൾ ഓരോരുത്തരും ചെയ്ത ദുഷ്കർമ്മങ്ങൾ, അവരുടെ തെറ്റായ പ്രവണതകൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ചിന്തകൾ എല്ലാം നാളെ അവിടെ വെളിവാകും. ആരും വെളിവാക്കണ്ട, സ്വയം അങ്ങ് വെളിവാവുകയാണ്. ഒബദാലഹും, ഓരോരുത്തർക്കും മനസ്സിലാകും ഞാൻ എന്താണ് ചെയ്തത് എന്ന്. സയ്യിആതു മാ അമിലു മാത്രമാണ്, വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ ഇതിനെ നിഷേധിക്കുന്നവർ, അവഹേളിക്കുന്നവർ, പരിഹസിക്കുന്നവർ, സമ്മതിക്കാത്തവർ, അങ്ങനെയാണോ എന്ന് സംശയിക്കുന്നവർ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതും നമ്മുടെ നിയമമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, നമുക്കെന്താ ഇത്ര കടുത്ത
കടുത്ത നിയമം അള്ളാഹു പറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കണ്ട് ബഹളം വെച്ച് വെറുതെ ബോധമില്ലാതെ ആയി പോകുന്നവർ ഇസ്ലാമിനെ കുറിച്ച് തിരിച്ചു ചിന്തിക്കാൻ കാലോചിതമായ നിലയിൽ ഇസ്ലാമിനെ നന്നാക്കണ്ടേ, പരിഷ്കരിക്കണ്ടേ, പരിഷ്കർത്താക്കൾ വരണ്ടേ എന്നൊക്കെ പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങളെ പരിഹസിച്ച ആളുകൾ അവരുടെ പരിഹാസം അവരെ വന്ന് പൊതിഞ്ഞു പിടിക്കുമെന്ന് അള്ളാഹു പറയും. അങ്ങനത്തെ ഒരു ദിവസമുണ്ട് എന്നാണ് ഈ മക്കൾ ഓർമ്മപ്പെടുത്തിയത്. പിന്നെ അതിന്റെ ബാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞിട്ടും എന്റെ പരിശുദ്ധമായ കലാമ നിങ്ങൾക്ക് കിട്ടിയിട്ടും എന്റെ തിരുവചനങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ചെവികളിലേക്ക് ഓതി കേൾപ്പിച്ചിട്ടും നിങ്ങൾക്കതൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ സമയമില്ലായിരുന്നല്ലോ. നിങ്ങളതെല്ലാം മറന്നുപോയില്ലേ? അതുകൊണ്ട് ഞാനും ഇന്ന് നിങ്ങളെ അങ്ങ് മറക്കുക. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. അല്ലാഹു അക്ബർ. മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം തരട്ടെ. നാളെ അല്ലാഹു തആല നമ്മളോട് പറയും, ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മളുടെ മക്കളിരുന്ന് ഓതി പഠിച്ച് കേൾപ്പിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമില്ലാതെ, അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ ചെലുത്താതെ, നമ്മളുടെ ജീവിതത്തെ അതിന് കീഴ്പ്പെടുത്താതെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അറിഞ്ഞ് നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്താമെന്നും നമ്മളുടെ കീഴിൽ കഴിയുന്നവരെ ആ നിലയിൽ വളർത്തിയെടുക്കാമെന്നും നമ്മളുടെ സമൂഹത്തെ സമുദായത്തെ ആ നിലയിൽ വളർത്തിയെടുക്കാം, ലോകം മുഴുവനും ഈ പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾ വ്യാപിക്കണമെന്ന് ആലോചിച്ച് ചിന്തിച്ചത് പറയാൻ പോലും തയ്യാറാകാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ആ ജീവിതം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കാഴ്ചവെക്കാൻ തയ്യാറാകാതെ നിങ്ങൾ കഴിഞ്ഞില്ലേ? നിങ്ങൾ മറന്നുപോയില്ലായിരുന്നു അതെല്ലാം. ഇന്ന് ഞാനും നിങ്ങളെ മറക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹു മറന്നാൽ പിന്നെ നമുക്ക് ആരാപെട്ടത്? അന്ന് അള്ളാഹു മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ഭൂമിയുമില്ല, ആകാശവുമില്ല, ഈ കാണുന്ന സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, നക്ഷത്രങ്ങളുമില്ല, ഒന്നുമില്ലാതെ എല്ലാം തടിച്ച് പൊളിച്ച് തരിപ്പണമാക്കി വിശാലമായ ഒരു മൈതാനം അല്ലാഹു തആല പറഞ്ഞു, എവിടെ നിന്ന് നോക്കിയാലും കാണാം കേൾക്കാം. ആ നിലയിൽ വിശാലമായ മൈതാനത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സർവാധിപതിയായ സർവത്തിന്റെയും കഴിവുള്ള എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന അധിപതിയായ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വന്ന് നോക്കി നിൽക്കും. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്താണ് തീരുമാനമുണ്ടാകുന്നതെന്ന്. തീരുമാനം എന്താ? അള്ളാഹു പറയും. വളരെ ലളിതമായി അള്ളാഹു പറയും, നൻസാക്കും ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് എന്റെ മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ, മറന്നല്ലേ ജീവിച്ചത്? ഞാനും നിങ്ങളെ മറക്കും. എനിക്ക് വേണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ഒരു തീരുമാനം എങ്ങാനും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? ഈ പിഞ്ചു മക്കൾ നമ്മളെ അവസാനമായി ഖുർആനിന്റെ അവസാനത്തെ ഭാഗം ഓതി കേൾപ്പിച്ച് നമ്മളെ എല്ലാവരെയും, നമ്മളെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഓർമ്മപ്പെടുത്തി അള്ളാഹു നിങ്ങളെ മറന്നു കളയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ആകരുത്. അതിനു മുമ്പ് നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മയുള്ളവരാകീൻ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ളവരാകീൻ. അള്ളാഹുവിന്റെ ചിന്ത നമ്മളുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം, അതിന് സമയം കൊടുക്കണം. നമ്മളുടെ മക്കൾ ഇത് പറഞ്ഞു തരണം, നമ്മളുടെ വീടുകളിൽ ഇത് പറയണം, നമ്മളുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുന്ന പതിവുണ്ടാകണം. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. റമളാനിലെങ്കിലും കേൾക്കാമായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ വീടുകളിൽ ഇരുന്ന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ഖുർആൻ ഓതുന്നത്. ഇന്ന് റമളാനിലും കേൾക്കാനില്ല. ഇന്ന് റമളാനിൽ അങ്ങനെ ആരെങ്കിലും ഖുർആൻ ഓതുമെങ്കിൽ അവരെയും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി നോമ്പ് മുറിക്കുന്ന സമയത്ത് മഗ്‌രിബിന് തൊട്ട് മുമ്പാണ് ഏതോ ഉസ്താദിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വരുന്നത്. അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്ന സമയത്താണ് പ്രസംഗം. ആ സമയത്താണ് കൊടുത്തിരിക്കുന്നത്, ആ സമയത്താണ് വീഡിയോ കൊടുത്തിരിക്കുന്നത്. എന്താ കാരണം? അത്താഴം കഴിക്കുന്ന സമയത്ത് എങ്ങാനും ഈ ആളുകൾ ഒന്ന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അത്താഴം കഴിച്ചൊരു 5 മിനിറ്റ് കിട്ടിയാൽ ചിലപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു പോകും, ചിലപ്പോൾ 2 റക്അത്ത് അറിയാതെ നിസ്കരിച്ചു പോകും. താജുദ് അതുണ്ടാകരുത്. പെണ്ണുങ്ങൾ പാത്രമെല്ലാം കഴുകി വെക്കൂല. അത്താഴം കഴിച്ചത് രാവിലെ കഴുകാം, പ്രസംഗം ഇപ്പൊ തുടങ്ങുമെന്ന് പറഞ്ഞ് ഓടുകയാണെന്ന് കേൾക്കാൻ. നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള ദുആ അല്ലാഹു തആല തട്ടുകയില്ല, സ്വീകരിക്കുമെന്ന് അള്ളാഹുവിന്റെ വാദായാണ്.
അള്ളാഹുവിന്റെ വാദയാണ്. അതുപോലെ നോമ്പുകാരനൊക്കെ നോമ്പ് മുറിക്കുന്ന സമയത്ത് സന്തോഷം കൊടുക്കാമെന്ന് അള്ളാഹുവിന്റെ വാദയാണ്. ലിസ്സായിമി ഫർഹത്താൻ ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ആ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ, ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ അവസരം കൊടുക്കാതെയുള്ള പ്രശ്നം. അങ്ങനെ എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം പോലുമില്ലാതെ വരുന്നു പരിശുദ്ധമായ റമളാൻ. നമ്മൾ റജബ് മാസത്തിലാണ്, പകുതി കഴിഞ്ഞു, ഇനി ശഅബാനേ ഉള്ളൂ, റമളാനിലേക്കാണ് വരുന്നത്. നമ്മൾ ഇപ്പോഴേ ഒരുങ്ങണം. റജബ് ഒരുങ്ങാനുള്ള മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് പറയേണ്ട സമയമാണ്, നമ്മൾ ഒരുങ്ങാനുള്ള സമയമാണ്. അതുകൊണ്ട് ഒരുങ്ങീൻ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ പാരായണം പതിവാക്കീൻ. നമ്മളുടെ വീടുകളിൽ അള്ളാഹുവിന്റെ കലാമിന്റെ ശബ്ദം ഉയരട്ടെ. നമ്മളുടെ വീടുകളിൽ നിന്ന് മറ്റ് ശബ്ദങ്ങളെല്ലാം മാറ്റിവെക്കീൻ. പരിശുദ്ധമായ റമളാനിലെങ്കിലും ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി ഓഫാക്കി വെച്ച് ആ പ്രസംഗങ്ങളെ ആരുടെയും ആയിക്കോട്ടെ അതൊന്നും ശ്രവിക്കാൻ ഈ സമയത്ത് നിങ്ങൾ അവസരം കൊടുക്കരുത്. മറ്റു സമയങ്ങൾ പകൽ ഇഷ്ടംപോലെ സമയമുണ്ട്, രാത്രി വേറെ എത്രയോ സമയമുണ്ട്. ആ സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ കേൾക്കീൻ, നല്ലത് വായിക്കീൻ, നല്ലത് പഠിക്കീൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരിക്കുന്നു തഫ്സീറുൽ ഹസനി, നല്ല നിലയിൽ ഖുർആനിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്ന കിതാബ് വാങ്ങിച്ച് വായിക്കീൻ. ഖുർആനിന്റെ മുഴുവൻ പരിഭാഷയാണ്, അത്യാവശ്യമായ വിശദീകരണവുമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. വാങ്ങിച്ച് വായിച്ച് പഠിക്കീൻ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യീൻ. മക്കളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കീൻ. ആണുങ്ങളും പെണ്ണുങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ ഈ ഉമ്മമാരും പെങ്ങന്മാരും എല്ലാം ഓർമ്മ വയ്ക്കീൻ. പരിശുദ്ധമായ റമളാൻ വരുന്നു. ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്ന പതിവ്, ആ പതിവങ്ങ് നിലനിൽക്കട്ടെ. നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ശബ്ദമുയരട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് വരട്ടെ. റഹ്മത്തിന്റെ മലക്കുകൾക്ക് ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്ന വീട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നത് പോലെ അവർക്ക് തിളങ്ങി കാണുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മളുടെ വീടുകളിലേക്ക് മലക്കുകൾ വരട്ടെ കൂട്ടം കൂട്ടമായി. നമ്മളുടെ വീടുകൾ തിളങ്ങട്ടെ. നമ്മളുടെ വീടുകളുടെ പ്രകാശം കണ്ട് മലക്കുകൾ വന്ന് അള്ളാഹുവിന്റെ റഹ്മത്തും അനുഗ്രഹവുമായി വന്ന് നമ്മളുടെ വീടുകൾ ഐശ്വര്യപൂർണമായ വീടുകളാകട്ടെ, സമാധാനത്തിന്റെ വീടാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യാൻ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിക്കാൻ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്താൻ, അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊടുത്ത് പ്രചരിപ്പിക്കാൻ, നല്ലപോലെ ഖുർആൻ ഷരീഫ് പഠിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ പഠിക്കും. ഈ ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ ഇവർക്ക് ഇവിടെ എഴുതി സനദിൽ കൊടുത്തു. ഖുർആൻ ഷരീഫ് റിവായത്ത് ബി റിവായത്തി ഹഫ്സിൻ അൻ ആസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കേട്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ ശരിയായ നിലയിൽ ഓതി പഠിപ്പിച്ച കാരികളുടെ പരമ്പരയിൽ കൂടിയാണ് പഠിപ്പിച്ചതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് സനദിൽ. അങ്ങനത്തെ നല്ല നിലയിലുള്ള നിയമപരമായ നിലയിൽ ഖുർആൻ ഷരീഫിനെ ഈ മക്കളോട് ചോദിച്ചു മാതാപിതാക്കൾ പഠിക്കീൻ, പെങ്ങന്മാര് പഠിക്കീൻ, സഹോദരങ്ങൾ പഠിക്കീൻ. ഖുർആൻ ഷരീഫ് പഠിച്ച് ഇവരും ഓതട്ടെ, ഇവർ നമ്മളെ പഠിപ്പിക്കട്ടെ. നമ്മുടെ വീടുകളിലും ഖുർആൻ ഷരീഫിന്റെ ശബ്ദമുയരട്ടെ. അങ്ങനെ ഖുർആൻ ഷരീഫിന്റെ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കും. അതിന് പ്രചോദനമാകട്ടെ ഈ മക്കളുടെ ഈ സനദും ഈ സമ്മേളനവും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുമെല്ലാം. അതുകൊണ്ട് ഈ മക്കളെ രക്ഷകർത്താക്കളോട് ഞാൻ അവസാനം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ മക്കളെ ഈ വഴിയിൽ നിന്നാരും തിരിച്ചു പിടിച്ചുകൊണ്ട് പോകരുത്. പോയാൽ ചിലപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് കിട്ടേണ്ട ഉപകാരം ഉപദ്രവമായി മാറിയേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവരെ അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹു ഏറ്റെടുത്ത സാധനത്തെ തരൂല്ല എന്ന് പറഞ്ഞ് തിരിച്ച് പിടിച്ചുകൊണ്ടുപോകാൻ ആരെങ്കിലും തയ്യാറായാൽ അവർ സൂക്ഷിക്കുക തന്നെ വേണം. അവരുടെ അപകടം അവരെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ മക്കളെ വേറെ വഴിയിലേക്ക് കൊണ്ടുപോകരുത്. ഇനി ഇങ്ങനെ വരുന്ന മക്കളെയും കൊണ്ടുപോകരുത്. നമ്മൾ ധാരാളം കാണുന്നുണ്ട്, എത്രയോ മക്കളെ കാണുന്നു. എത്രയോ മക്കളുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലാക്കുന്നു. അന്വേഷിച്ചു നോക്കുമ്പോൾ ആ മദ്രസയിൽ പഠിച്ചതാണ്, ഈ മദ്രസയിൽ പഠിച്ചതാണ്, ഹാഫിളായതാണ്, 30 ജുസ് പഠിച്ചതാണ്, 15 ജുസ് പഠിച്ചിട്ട് പോയതാണ് എന്ന് എത്രയോ പേരെ കുറിച്ച് പറയുന്ന സംഭവങ്ങൾ നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ഈ മക്കളെ ആ നിലയിൽ നിങ്ങൾ ആക്കി വിടല്ലേ. ഈ മക്കളെ നന്നായി നിങ്ങൾ വളർത്തി ഖുർആൻ ഷരീഫിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുകയും അതിലുള്ള നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുകയും അതിന്റെ നിയമങ്ങൾ പഠിക്കാൻ അവരെ വിട്ടേക്കുകയും 5-8 വർഷം അവർ പഠിക്കട്ടെ. അതിനുശേഷം പിന്നെ അവർ ജീവിതമാർഗം അല്ലാഹു തആല അവർക്ക് കാണിച്ചു കൊടുത്തോളും. അല്ലാഹു ഏറ്റെടുത്തതാണ്, ഒരിക്കലും പാഴാക്കുകയില്ല. അല്ലാഹു തആല ഏറ്റെടുത്തതൊന്നും അല്ലാഹു പാഴാക്കുകയില്ല, കൈവിടുകയില്ല. അതുകൊണ്ട് ഈ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവരുടെ മഹത്വം മനസ്സിലാക്കണം, ഇവരെ ആദരിക്കണം. ഇവർക്ക് നമ്മൾ നൽകുന്ന ഈ ആദരവ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനോടുള്ള ബഹുമാനവും ആദരവുമായി മാറ്റിയെടുക്കണം. ആ ഖുർആനിനെ ആദരിക്കാനും ബഹുമാനിക്കാനും അതിനെ പാരായണം ചെയ്ത് ജീവിതത്തിൽ പകർത്താനും നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും
ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവരോടൊപ്പം സ്വർഗത്തിൽ ഉയർന്ന പദവികളിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളും കൂട്ടുകാരുമായ നമുക്കും എല്ലാവർക്കും എത്താൻ നാളെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടി അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ലിഖാഇന് അർഹരാകാൻ അല്ലാഹു നാം എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.